എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷകൾ എഡിറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികളിൽ അപേക്ഷ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾ അപേക്ഷ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷയിലെ എല്ലാവിധ വിവരങ്ങളും എഡിറ്റ് ചെയ്തിട്ടുണ്ടാകും. ചില വിദ്യാർത്ഥികൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രമാണ് എഡിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ചില വിദ്യാർത്ഥികളാണെങ്കിൽ സ്കൂൾ കോഴ്സ് ഓപ്ഷൻ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാകും. ചില വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. ചില വിദ്യാർത്ഥികൾ ആ ഒരു അപേക്ഷയിലെ തെറ്റുകൾ മാത്രമേ തിരുത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള എഡിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഫൈനൽ കൺഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. പ്രിവ്യൂ എന്ന് പറയുമ്പോൾ ഒരു പച്ച പേജാണ്. അപ്പോൾ അത് ഒരു പച്ച കളറിൽ നിങ്ങളൊരു ആ ഒരു പേജിൽ നിങ്ങൾ ഇളംപച്ച കളറിൽ ജസ്റ്റ് നിങ്ങൾക്കൊരു നിങ്ങളുടെ ഡീറ്റെയിൽസ് അതുവരെ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ ഓരോ സെഷൻ്റെ സൈഡിലായിട്ടും നിങ്ങൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു പച്ച ബട്ടൺ കൂടി ഒരു പെൻസിൽ ഐക്കണോടുകൂടി കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ഒരു പ്രിവ്യൂ പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രിവ്യൂ പേജിൽ നിങ്ങൾക്ക് ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്കൊരു ചെക്ക് ബോക്സ് കാണാൻ പറ്റും. ചെക്ക് ബോക്സിൻ്റെ അടിയിലായിട്ട് നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടിൽ അടിയിലായിട്ട് കണ്ടിട്ടുണ്ടാവും. അതായത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേരുണ്ടാവും. ഞാൻ ഈ ഒരു അപേക്ഷയിൽ നൽകിയിട്ടുള്ള എല്ലാവിധ വിവരങ്ങളും കറക്റ്റാണെന്നും ഇതിൽ യാതൊരുവിധ തെറ്റുകളും ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യമുണ്ടാവും. അപ്പോൾ അതിനുശേഷം അടിയിലായിട്ട് നിങ്ങൾക്കൊരു കൺഫർമേഷൻ ബട്ടൺ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ക്യാൻസൽ ഓപ്ഷനും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ആ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുകയും അതിനുശേഷം കൺഫർമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫൈനൽ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് നിങ്ങൾക്ക് പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു പേജിലേക്ക് പോവുകയും ചെയ്യുക. എന്നാൽ ചില വിദ്യാർത്ഥികൾ ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ വിട്ടുപോയി. അതായത് ചില വിദ്യാർത്ഥികൾ ഈ ഒരു അവസാനമായിട്ടുള്ള ആ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനോ വിട്ടുപോയി. അതായത് ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ല, എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്തതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടത്തില്ലേ എന്നുള്ളത് കൊണ്ട് പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ടെൻഷനൊക്കെ അടിക്കുന്നുണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം, ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പോൾ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. അതായത് നിങ്ങൾ അപേക്ഷയിൽ എന്തൊക്കെ എഡിറ്റുകളാണ് വരുത്തിയത്, ആ ഒരു എഡിറ്റുകളൊന്നും ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റോ തേർഡ് അലോട്ട്മെൻറ്റോ പരിഗണിക്കപ്പെടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കാതിരിക്കുകയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളിപ്പോൾ അപേക്ഷയിൽ എന്തെങ്കിലും വിവരങ്ങൾ നൽകിയിട്ട് എഡിറ്റ് ചെയ്തു, അതായത് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു ഓപ്ഷൻസ് സേവ് ചെയ്തിട്ടുണ്ടാകും, ആഡ് ചെയ്തു സേവ് ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ സേവ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിൽ പോയി പ്രിവ്യൂ പേജിലൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ പ്രിവ്യൂ പേജിൽ പോയിട്ട് നിങ്ങൾ അവസാനം ഫൈനൽ കൺഫർമേഷൻ പേജ് ഉണ്ടാകും. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ, അതായത് ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഫൈനൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ആപ്ലിക്കേഷൻ പേജിലേക്ക് പോകുന്നതായിരിക്കും. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപേക്ഷയിൽ വരുത്തിയിട്ടുള്ള എല്ലാവിധ എഡിറ്റുകളും ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് എന്നിവയിൽ പരിഗണിക്കപ്പെടും. അതായത് പുതുതായിട്ട് നൽകിയ ഓപ്ഷൻസ് ഉൾപ്പെടെ ഉണ്ടെങ്കിലും പരിഗണിക്കപ്പെടും. എന്നാൽ നിങ്ങൾ ഈ ഒരു കൺഫർമേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ അപേക്ഷയിൽ വരുത്തിയിട്ടുള്ള എഡിറ്റും കാര്യങ്ങളൊന്നും പരിഗണിക്കപ്പെടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട്, അതായത് ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിലുണ്ടാവും. അപ്പോൾ ആ ഒരു വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് നിങ്ങളെ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുക. അതായത് നിങ്ങൾ ഈ ഒരു ആദ്യമായിട്ട് അപേക്ഷ സമർപ്പിച്ച സമയത്ത് നിങ്ങളുടെ അപേക്ഷയിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ എത്ര ഓപ്ഷൻ, ഏതൊക്കെ സ്കൂളുകളിലാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു ഓപ്ഷനുകളൊക്കെ ആയിരിക്കും നിങ്ങൾ അപേക്ഷ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസിൽ ഉണ്ടാവുക. കാരണം ഒരു വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അപേക്ഷ സമർപ്പിച്ചു, എന്നാൽ അപേക്ഷ സമർപ്പിച്ചു എന്നല്ല എഡിറ്റ് ചെയ്തു, എന്നാൽ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് കറണ്ട് പോയി. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച്, അതായത്
പ്രോബ്ലം ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ പരിഗണിക്കപ്പെടാതിരിക്കുന്ന പ്രോബ്ലംസ് ഒന്നുമില്ല. നിങ്ങൾ ഈ ഒരു എഡിറ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ, അത് നിങ്ങൾ എന്തൊക്കെയാണോ വിവരങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് ഈ ഒരു ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ പരിഗണിക്കപ്പെടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് നിങ്ങളുടെ അപേക്ഷയിൽ എന്തൊക്കെ വിവരങ്ങൾ ഉണ്ടോ ആ ഒരു വിവരങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുക. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊരു പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇത്ര മാത്രമാണ് നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു കാര്യമെന്ന് പറയുന്നത്. അത് ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപേക്ഷയിൽ വരുത്തിയിട്ടുള്ള എല്ലാവിധ ആ ഒരു മാറ്റങ്ങളും, അത് നിങ്ങൾ പുതുതായിട്ട് എന്തൊക്കെ വിവരങ്ങളാണ് എഡിറ്റ് ചെയ്തത്, അതൊക്കെ ആ ഒരു എഡിറ്റുകളും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അത് പരിഗണിക്കപ്പെടും. അതേസമയം നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ല, എഡിറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ പുതുതായിട്ട് എന്തൊക്കെ എഡിറ്റുകളാണ് ചെയ്യാൻ വിചാരിച്ചത്, ആ ഒരു എഡിറ്റ് ചെയ്ത വിവരങ്ങളൊന്നും പുതിയ അപേക്ഷയില്ല, അടുത്ത ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.